ഈ സ്വഹാബി പറഞ്ഞ വർത്താനം എന്താ അറിയോ? ഞാൻ എൻ്റെ ശരീരം മുഴുവനും മുറിവ് വന്ന് രക്തമൊലിച്ച് ഈ പാത്തി കെട്ടിയാണ് ഇവിടെ കിടക്കണതെങ്കിലും ഈ രോഗമൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് കിട്ടാത്ത കുറച്ച് സുഖം എനിക്ക് കിട്ടുന്നുണ്ട്. ഞാൻ വലിയ സുഖത്തിലാണ്. നിങ്ങൾ എൻ്റെ രോഗം മാറാൻ വേണ്ടി പെട്ടെന്ന് ദ്വാരക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ആ കിട്ടുന്ന സുഖമൊക്കെ നഷ്ടപ്പെട്ടു പോകല്ലേ? സ്വഹാബി ആകെ അത്ഭുതപ്പെട്ടു. സന്ദർശനത്തിന് വന്ന സ്വഹാബി ചോദിച്ചു, കൂട്ടുകാരാ, രോഗിയായി ശരീരമാകെ മുറിവന്നീ പാതിൽ കിടക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ അനുഭവിക്കാതെ എന്തൊരു സന്തോഷമാണ് നിങ്ങൾക്കുള്ളത്. ഉടനെ സ്വഹാബി പറഞ്ഞല്ലോ, ഞാൻ വല്ലാത്ത റാഹത്തിലാണ്. ആകാശലോകത്ത് നിന്ന് എല്ലാ ദിവസവും കുറച്ച് മലക്കുകൾ ഇവിടെ വരാറുണ്ട്. അവരെന്നോട് സലാം പറയാറുണ്ട്. അവരുടെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അവരെന്നെ ഈ മുറിവിൽ മരുന്ന് വെച്ച് തരുകയാണ്. അതുകൊണ്ട് എനിക്ക് ഖൈറായ കാര്യം എന്താണോ അത് ലഭിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണേ. സ്വഹാബി പറഞ്ഞ മറുപടിയാണ്. എല്ലാ ദിവസവും മലക്കാൾ വരുന്നുണ്ട് ഇവിടെ. അവരെന്നോട് സലാം പറയുന്നുണ്ട്, എന്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ എന്റെ മുറിവുകളിൽ അവർ മരുന്ന് വെച്ച് തരാറുണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് എന്റെ രോഗം സുഖപ്പെടണമെന്നില്ല. ഇനി എന്റെ രോഗം സുഖപ്പെടാതെ മരണം വരെ ഞാൻ രോഗിയായി കിടന്നാലും എനിക്ക് പ്രയാസമില്ല. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയി. പിന്നെ ഒരു ദിവസം വേറെ ഒരു സ്വഹാബി ഇയാളെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. അപ്പൊ ആ സ്വഹാബിക്ക് കുറച്ച് വൈദ്യമൊക്കെ അറിയുന്നൊരു സ്വഹാബിയാണ്. അപ്പൊ അയാൾ വന്നപ്പോൾ എന്ത് ചെയ്തു നിങ്ങൾ ഇയാളോട് പറഞ്ഞു, ഞാനൊരു ചെറിയ കാര്യം ചെയ്തുതരാം എന്ന് പറഞ്ഞിട്ട് ഈ മുറിവുള്ള ഭാഗത്തു കൂടെ ഒന്ന് ചൂട് പിടിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ചികിത്സ. അത് പഴയ കാലത്തിനുള്ളതാണ്. ഈ ചൂട് പിടിപ്പിക്കണ ചൂടാക്കുന്ന ഒരു ചികിത്സ. ഇന്നത്തെ നമ്മളെ ഒരു റേഡിയേഷൻ്റെ ഒക്കെ മറ്റൊരു തരം ചികിത്സയാകാൻ മതി. അപ്പൊ അങ്ങനെ ഒരു ചൂടാക്കണ ചികിത്സ ഉണ്ട്, ഞാൻ അത് ചെയ്തുതരാന്ന് പറഞ്ഞിട്ട് ഇയാൾ ചികിത്സ നടത്തി. യഥാർത്ഥത്തിൽ ആ ചികിത്സ ഹലാലാണ്, അനുവദനീയമാണ്, കറാഹത്താണ്. ചെയ്യൽ അത്ര ഉത്തമമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ ഈ വന്ന ആളത് ചെയ്തു. അപ്പൊ വന്നപ്പോ ഇത് ചെയ്തപ്പോ രോഗത്തിന് ചെറിയൊരു ശമനമൊക്കെ ഉണ്ടായി. പക്ഷേ ഈ ചികിത്സ യഥാർത്ഥത്തിൽ ഇതൊരു ഉത്തമമല്ലാത്ത കാര്യമല്ലേ. അതുകൊണ്ട് മലക്കുകൾ പണങ്ങി. ഞാനതാ പറയണത്, മലക്കുകൾ പണങ്ങാൻ അത്ര വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. ഒന്ന് രണ്ട് തവണ ഈ ശരീരത്തിലെ മുറിവുകളിൽ ആരോ ഒന്ന് ചൂടി പിടിപ്പിച്ചതാണ്. ഒരൊറ്റ തവണ അത് ചെയ്തപ്പോൾ തന്നെ പിന്നെ ആ സ്വഹാബിയുടെ അടുത്തേക്ക് മലക്കുകൾ വരുന്നില്ല. അവര് സലാം പറയുന്നില്ല. വല്ലാത്ത വിഷമമായല്ലോ. ഉടനെ ആ സ്വഹാബി അവിടെ കടന്ന് കരയുകയാണ്, അല്ലാ അല്ലാ, എന്റെ രോഗം സുഖപ്പെടുന്നതിലല്ല എനിക്ക് സുഖമുള്ളത്. ആ മലക്കുകളെ കാണുമ്പോഴുണ്ടാകുന്നൊരു സന്തോഷം എത്രയാണ് അല്ലാ. അതുകൊണ്ട് ഞാൻ ഇനി ഈ ചികിത്സ നടത്തുകയില്ല അല്ലാ. അതുകൊണ്ട് എനിക്ക് പുറത്തു തരണേ അല്ലാ. അറിയാൻ തുടങ്ങിയെന്ന ഇപ്പൊ നോക്കണം, ഇതൊരു ഹറാമായ കാര്യം ചെയ്തതാണോ? അല്ല, ഒരു കറാഹത്തായ കാര്യം ചെയ്തപ്പോഴേക്കും മലക്കുകൾ മാറിയിരുന്നു. അപ്പോൾ മുഅ്മിനീങ്ങളെ നമ്മളൊക്കെ അവസ്ഥ ആലോചിച്ചാണ്. അപ്പോൾ ഒരു പെരയില് ഒരു ടിക്ടോക്ക് വീഡിയോ ചെയ്യണ അല്ലെങ്കിൽ ഒരു റീൽസ് ഇടുന്ന ഒരു പെൺകുട്ടി ഒരു പെരയിലുണ്ടെങ്കിൽ ആ വീട്ടുകാർ റഹ്മത്തിന്റെ മലക്കുകൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല. എന്തേ കാര്യം? ഹറാമാണെന്നില്ലാത്ത തർക്കം. അപ്പൊ ഒരു ഹറാമിൽ ഇങ്ങനെ പതിവായി നടക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ഒരു വീട്ടുകാരോ ആണെങ്കിൽ ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല. റഹ്മത്തിന്റെ മലക്കുകൾ നമ്മൾ അടുത്തേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നന്മയുടെ ഭാഗം നമ്മിൽ നിന്ന് പറ്റേ മാറി നിന്നു. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു തന്നെ നമുക്കതിന് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹും അവന്റെ റസൂലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ് നമ്മൾ ദുആ ചെയ്യാൻ പോകുകയാണ്.